BJP പ്രതിരോധത്തിലാക്കിയാണ് തലസ്ഥാനത്ത് ഒരു ആത്മഹത്യ ഒപ്പം തന്നെ മറ്റൊരു ആത്മഹത്യാ ശ്രമം നടന്നത്. അതിലൊരു പ്രതികരണം വരുന്നത് ബി ഗോപാലകൃഷ്ണന്റെ ഭാഗത്തു നിന്നാണ്. സംഘടനാപരമായി നേരിടും എന്നാണ് ബി ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കിയത്. വ്യക്തിപരമായ മാനസിക വിഭ്രാന്തിയാണ് ആത്മഹത്യക്ക് കാരണം എന്നും ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. അത് സംഘടനാപരമായിട്ട് അതിനെ നേരിടും, സംഘടനാപരമായിട്ട് അത് അന്വേഷിക്കും, സംഘടനാപരമായിട്ട് ഇത്തരം എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കും. ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള ചില മാനസിക വിഭ്രാന്തിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്നതാണ്. അത് അന്വേഷിക്കണം, അത്രയേ ഉള്ളൂ. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ഇപ്പൊ ചർച്ച ചെയ്യാൻ പറ്റില്ല. ഒരു വിവാദമായ പരാമർശമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. മാനസിക വിഭ്രാന്തിയാണ് എന്ന തരത്തിലേക്കൊക്കെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്ത ആനന്ദിന്റെ മാനസികാവസ്ഥയെക്കുറിച്ച് പരാമർശിച്ചത്. നമ്മൾ കോഴിക്കോട്ടേക്ക് പോകുന്നു. കോർപ്പറേഷനിലേക്കുള്ള 21 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു BJP. ജില്ലാ പഞ്ചായത്തിലേക്ക് യുവമോർച്ച നേതാവ് K ഗണേശൻ മത്സരിക്കും. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ചെറുപ്പക്കാരനായിട്ടുള്ള ശ്രീ K ഗണേഷ് യുവമോർച്ചയുടെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം മത്സരിക്കും. അതുപോലെ പന്തീരങ്കാവ് ശ്രീമതി രത്നകുമാരി P, കുന്നമംഗലം ഷിജില ശിവദാസൻ, കടലുണ്ടി AK. ദീപക് ധർമ്മടം വിശദാംശങ്ങളുമായി. ദീപക്, ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനിടെയാണെന്ന് തോന്നുന്നു ബി ഗോപാലകൃഷ്ണൻ നേരത്തെ നമ്മൾ കാണിച്ച പ്രസ്താവന നടത്തിയത്. ഒപ്പം തന്നെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടിപ്പോൾ ഈ ഗണേശ് എന്നൊക്കെയുള്ള നമുക്ക് പരിചിത മുഖമാണ്, ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്നയാളാണ്. മറ്റ് ആരൊക്കെയാണ് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ? ദീപക്. BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയുടെ 2ാം ഘട്ടമാണ് ഇന്ന് പുറത്തു വന്നത്. അതിൽ 5 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക്, അതിലാണ് ഗണേഷ് യുവമോർച്ചയുടെ പരിചിതമായ മുഖമാണ്. യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു നേരത്തെ. ചാനൽ ചർച്ചകളിലെ പാനലിസ്റ്റ് കൂടിയായ K ഗണേഷ് ചാത്തമംഗലം ഡിവിഷനിൽ നിന്നാണ് മത്സരിക്കുന്നത്. മറ്റു 3 പേർ രത്നകുമാരി പന്തിരങ്കാവിലും അതുപോലെ തന്നെ കുന്നമംഗലത്ത് നിന്ന് ഷീജ സദാശിവനും കടലുണ്ടിയിൽ നിന്ന് സത്യവതി ടീച്ചറുമാണ് മത്സരിക്കുന്നത്. ഇതാണ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ. ഇതുകൂടാതെ കോർപ്പറേഷനിൽ പുതിയ 21 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക കൂടി പ്രഖ്യാപിക്കുന്നു. പക്ഷേ ഇനിയും നിർണായകമായ പല വാർഡുകളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അതിൽ RSSന്റെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായ ചാലപ്പുറത്തേക്ക് ഉള്ള സ്ഥാനാർത്ഥിയെ കൂടി ഇന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. ചാലപ്പുറത്ത് മത്സരിക്കുന്ന അനിൽകുമാർ KP ആണ്. എന്നാൽ BJPയുടെ ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബു അവിടെ മത്സരിക്കണം, അതുപോലെ മുൻ ജില്ലാ പ്രസിഡന്റ് VK സജീവൻ മത്സരിക്കണം എന്നതൊക്കെ ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ പട്ടിക വരുമ്പോൾ ഇവരാരും തന്നെ ഇല്ല. അതായത് ജില്ലയിലെ പ്രധാന നേതാക്കൾ ആരും തന്നെ മത്സരരംഗത്തില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇനി മാവൂർ റോഡ് ഉൾപ്പെടെ വിജയസാധ്യതയുള്ള സ്ഥലങ്ങളിലെ പ്രഖ്യാപനം നടത്താൻ ബാക്കി നിൽക്കുകയാണ്. അത് 3ാം ഘട്ട പട്ടികയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് പറയുന്നത്. ഈ പ്രഖ്യാപനത്തിനിടയിൽ, പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷമുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിലാണ് ബി ഗോപാലകൃഷ്ണൻ സംഘടനാപരമായി നേരിടും, സംഘടന ആ കാര്യം അന്വേഷിക്കും ഈ ആത്മഹത്യയെക്കുറിച്ച് പറയുന്നത്. വ്യക്തിപരമായ വിഭ്രാന്തിയിൽ നിന്നും ഉണ്ടാകുന്നതാണ് അത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നത്. ഇതേ സമയത്ത് തന്നെ അദ്ദേഹം K മുരളീധരനെ കടന്നാക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. K മുരളീധരൻ BJPക്ക് ഒരു നേതൃത്വമില്ല എന്നിന്ന് കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രതികരണമുണ്ടായിരുന്നു. അതിൽ BJPയിലെ കാര്യം BJP നോക്കിക്കോളും, BJPക്ക് ഒരു നേതൃത്വമുണ്ട്, താങ്കളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ പരിഹരിക്കൂ, കോൺഗ്രസിലെ കാര്യങ്ങൾ പരിഹരിക്കാൻ രാഹുൽ ഗാന്ധിയെ സഹായിക്കൂ എന്നുള്ള രീതിയിൽ K മുരളീധരനെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു ഇന്ന് ബി ഗോപാലകൃഷ്ണൻ്റെ പ്രസ്താവന. പക്ഷേ എന്നാൽ അതിൽ ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവന ഏറെ നിർണായകമാണ്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഇത് ഈ ആത്മഹത്യയാണ്. ആ ഘട്ടത്തിലാണ് അദ്ദേഹം ഇത് സംഘടനാപരമായി നേരിടും, സംഘടനയെ അന്വേഷിക്കും, വ്യക്തിപരമായ വിഭ്രാന്തിയിൽ നിന്നുമുള്ളതാണ് എന്നുകൂടി ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു വയ്ക്കുന്നത്. അനുജ. അതെ, അധിക്ഷേപ പരാമർശമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്, വിവാദ പരാമർശം. ഒപ്പം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്തി ബി ഗോപാലകൃഷ്ണൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.